വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നുവെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിൻ്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ ഇവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്ന്, ഇവനു വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. അവൻ ഈ അടയാളം പ്രവർത്തിച്ചു എന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയിക്കഴിഞ്ഞു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു തമ്പുരാൻ ദരിദ്രരോട് സുവിശേഷം അറിയിച്ചുകൊണ്ട്, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ട്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു. തന്നെ സ്നേഹിച്ച ബഥാനിയായിലെ ലാസർ മരിച്ചു. അവനെ അവിടുന്ന് ഉയർപ്പിച്ചു. പുനരുത്ഥാനവും ജീവനും ഞാനാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തി കൊടുത്തു. ലാസറിനെ ഉയർപ്പിച്ച ശേഷം ബഥാനിയായിലെ ആ കുടുംബത്തിലേക്ക് യേശു തമ്പുരാൻ കടന്നു വരികയാണ്. അവിടെ ലാസറിനെ കാണുവാനും ലാസറിനെ ഉയർപ്പിച്ച യേശുവിനെ കാണുവാനുമൊക്കെയായി ജനതതി വന്നുകൂടിയിരിക്കുകയാണ്. അവിടെ മറിയം യേശുവിൻ്റെ പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് സുഗന്ധദ്രവ്യം പൂശുകയാണ്. മാർത്ത, മറിയം, ലാസർ ഈ 3 അംഗങ്ങളായിരുന്നുവല്ലോ ആ കുടുംബത്തിൽ. എന്നാൽ കടന്നു വന്ന മറിയം മഗ്ദലന മറിയമാണ്. അവൾ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തൻ്റെ പാപജീവിതത്തിൽ നിന്ന് വിമുക്തയാകുവാനുള്ള പൂർണ്ണമായ ആഗ്രഹത്തിൽ യേശുവിൻ്റെ പാദങ്ങൾ കണ്ണുനീർ കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് സുഗന്ധതൈലം പൂശുന്നത് കണ്ടപ്പോൾ പാപിനിയായ ഈ സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകിയല്ലോ എന്നുള്ള അസൂയ ജനങ്ങളിൽ വർദ്ധിക്കുകയാണ്. എന്നാൽ ആരെയും അവഗണിക്കാതെ എല്ലാവരെയും പരിഗണിക്കുന്നവൻ, ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൽ പ്രവർത്തിച്ചവൻ അവൾക്കതിന് അനുവാദം കൊടുക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, എൻ്റെ പുനരുത്ഥാനത്തിൽ ശവസംസ്കാരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൾ ക്രമീകരിച്ചിരിക്കുന്നു മുൻകൂട്ടി എന്ന്. എത്ര അർത്ഥവത്തായ ഒരു സങ്കല്പമാണ് അവിടുന്ന് നൽകുന്നത്. ഈ സംഭവത്തിൻ്റെ പിറ്റേ ദിവസം അവിടുന്ന് ജെറുസലേമിലേക്കുള്ള തൻ്റെ രാജകീയ പ്രവേശനം നടത്തുവാൻ പോവുകയാണ്. അത്ഭുത പ്രവർത്തനങ്ങൾ നിറവേറ്റിയപ്പോൾ, 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയപ്പോൾ അവിടുത്തെ രാജാവാക്കുവാൻ പരിശ്രമിച്ചു. പക്ഷേ അവരിൽ നിന്നും സൗകര്യപൂർവ്വം വിട്ടുമാറിയ യേശു ഇവിടെ ജെറുസലേമിലേക്കുള്ള തൻ്റെ ജൈത്രയാത്ര ആഘോഷിക്കുവാൻ പോവുകയാണ്. ജെറുസലേം പ്രവേശനം
4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ 4 സുവിശേഷകന്മാരും യേശുവിൻ്റെ ഈ ജെറുസലേമിലേക്കുള്ള ജൈത്രയാത്രയെക്കുറിച്ച് വിവരണം നമുക്ക് നൽകുന്നുണ്ട്. 4 സുവിശേഷകന്മാരും പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് ജെറുസലേം പ്രവേശനത്തെ കാണുന്നത്. റോമൻ ചക്രവർത്തികൾ സ്വയം ദൈവങ്ങളായി തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച പശ്ചാത്തലത്തിൽ, ഗവർണർമാർ ദൈവപുത്രന്മാരായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രകീർത്തിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ റോമിനെതിരെ തിരിഞ്ഞ ജെറുസലേമിനെ BC 63 പെസഹ ആഘോഷങ്ങൾക്ക് 6 നാൾ മുമ്പ് റോമൻ സൈന്യം ഏതാണ്ട് 2000-ഓളം യഹൂദരെ ക്രൂരമായ രീതിയിൽ കൊല ചെയ്ത ഒരു പശ്ചാത്തലം കൂടി നാം കാണണം. അവരെ കുരിശിലേറ്റി കൊല്ലുകയായിരുന്നു ചെയ്തത്. അവിടുത്തെ ഗവർണർമാർ കുതിരപ്പുറത്ത് കുതിരപ്പടയുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളി വരുന്ന ആ സാഹചര്യം ജനങ്ങൾക്ക് വെറുപ്പും പുച്ഛവുമായിരുന്നു അങ്ങനെയുള്ള അധികാരികളോട്. എന്നാൽ യേശു ജെറുസലേമിലേക്ക് വരുന്നത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ്. ഹൃദയഹാരിയായ ഒരു വരവേൽപ്പാണ് അവിടത്തേക്ക് ലഭിക്കുന്നത്. ഗവർണർമാർ വരുന്നത് കൊല്ലാനും ശിക്ഷിക്കുവാനുമാണ്. ഇവിടെ യേശു കടന്നു വരുന്നത് രക്ഷയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായിട്ടാണ്. യേശു വിധിക്കപ്പെടാനും സകല പാപികൾക്കും വേണ്ടി വധിക്കപ്പെടാനുമുള്ള ആ ഒരു സമയം സമാഗതമായി എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടുന്ന് ജെറുസലേമിലേക്ക് പോകുന്നത്. ജെറുസലേമിലേക്ക് യാത്ര നടത്തിയിട്ടുള്ള അവിടുന്ന് ജെറുസലേമിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് പാടുപിടകൾ സഹിക്കുവാനും മരിക്കുവാനും മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള ഒന്നായിട്ടാണ് ഇത്തവണ യേശു തമ്പുരാൻ അതിനെ കാണുന്നത്. യേശു തൻ്റെ ദൗത്യം നിറവേറ്റപ്പെടുവാൻ കടന്നു വരുമ്പോൾ ഗവർണർമാർ അന്റോണിയോ കോട്ടിലേക്ക് ജൈത്രയാത്ര നടത്തുന്ന സാഹചര്യത്തിൽ യേശു തമ്പുരാൻ സ്വന്തം ഭവനത്തിലേക്ക് ഉള്ള ഒരു യാത്ര കൂടിയാക്കി അതിനെ മാറ്റുകയാണ്. യേശു കിരീടധാരണത്തിനായി കുരിശുമരണത്തിനായി നീങ്ങുകയാണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് സോളമൻ്റെ ആഗമനം 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 33-ാം വാക്യത്തിൽ നാം കാണുന്നു. അവൻ വന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകൻ സോളമനെ എൻ്റെ കോവർക്കഴുതിയുടെ പുറത്തിരുത്തി സിയോനിലേക്ക് കൊണ്ടുപോകുവീൻ. രാജാഭിഷേകം സോളമൻ നീണാൾ വാഴട്ടെ എന്ന് ജനങ്ങൾ പ്രഘോഷിച്ച ആ പശ്ചാത്തലത്തിൽ ഇവിടെ ഈ ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ പ്രവേശനം എന്ന് പറയുന്നത് പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണമായിട്ട് വേണം നാം അതിനെ കാണുവാൻ. ജെറുസലേം പ്രവേശനത്തിന് യേശു തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. യാത്ര ചെയ്യുന്നതിനുള്ള വാഹനമായി കഴുതയെ ക്രമീകരിക്കുന്നത് കർത്താവ് തന്നെയാണ്. എളിമയുടെ വാഹനമായിട്ടാണ് കഴുതയെ കാണുന്നത്. യുദ്ധത്തിൻ്റെയും കലഹത്തിൻ്റെയും ഒക്കെ വാഹനം എന്ന് പറയുന്നത് കുതിരയായിരുന്നു അന്നത്തെ രാജാക്കന്മാർക്ക്, റോമൻ ഗവർണർമാർക്കൊക്കെ. ഇവിടെ എളിമയുടെ ഒരു വാഹനമാണ് യേശു തിരഞ്ഞെടുക്കുന്നത്. 2, അത് സാധാരണക്കാരുടെ ഒരു വാഹനമാണ്. എല്ലാവർക്കും കുതിരയൊക്കെ പോറ്റി പുലർത്തിക്കൊണ്ടു പോകാനാവില്ല. അത് പണമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ സാധാരണക്കാരൻ സഞ്ചരിക്കുന്നത് സാധാരണക്കാരുടെ വാഹനമെന്ന് അന്നറിയപ്പെട്ടിരുന്ന കഴുതക്കുട്ടിയുടെ പുറത്താണ്. 3, അത് സമാധാനത്തിൻ്റെ വാഹനമാണ്. കുതിരപ്പടയുടെ കുളമ്പടി ശബ്ദം കേൾക്കുമ്പോൾ
ജനങ്ങൾ ഭയപ്പെടുകയാണ്. യുദ്ധത്തിൻ്റെ ഒരു കാഹളധ്വനിയായിട്ട് കുതിരപ്പടയുടെ കുളമ്പടി ശബ്ദം കേട്ടിരുന്നു എങ്കിൽ ഇവിടെ സമാധാനത്തിൻ്റെ ഒരു വാഹനവുമായിട്ടാണ് യേശു കടന്നു വരുന്നത്. നാലാമതായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വാഹനമാണ് കഴുത. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ, മുൻപന്തിയിൽ വരാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന ആളുകൾ, ഒതുക്കപ്പെട്ട ആളുകൾ, അവരൊക്കെ ഈ കഴുതക്കുട്ടിയുടെ പുറത്താണ് സഞ്ചരിച്ചിരുന്നത്. അശ്വരഥത്തിൽ ആരൂഢനായി എഴുന്നള്ളുന്ന യുദ്ധവീരനല്ല ഈശോ. യേശുവിൻ്റെ യാത്ര മുൻകൂട്ടി കണ്ട യേശയ്യാ പ്രവാചകൻ 3 കാര്യങ്ങൾ അതിനു മുമ്പ് സംഭവിക്കും എന്നുള്ള സൂചന യേശയ്യായുടെ പുസ്തകം 29-ാം അധ്യായം 18-19 വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 1, അന്ധർക്ക് ദർശനം ലഭിക്കും. കാഴ്ചയില്ലാത്തവരായി മാറുന്ന സാഹചര്യത്തിൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭിക്കുന്ന ഒരനുഭവം ഉണ്ടാകും. ദരിദ്രർ കർത്താവിൽ ആഹ്ലാദിക്കും. പാവപ്പെട്ടവരുടെ അഭയം എന്ന് പറയുന്നത് കർത്താവാണ്. അവർക്ക് അതിൽ ആനന്ദം കണ്ടെത്താനുള്ള ഒരവസരം ലഭിക്കും എന്നുള്ളതാണ്. 3-മതായിട്ട് ചെകിടർ കേൾക്കുന്നു. കണ്ണുണ്ടായിട്ടും കാണാതെയും കാതുണ്ടായിട്ടും കേൾക്കാതെയും ഹൃദയം മുരടിച്ചും മനസാക്ഷി മരവിച്ചും ജീവിച്ച ആളുകൾക്ക് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി കുരുടന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, ദരിദ്രരായവർ സന്തോഷിക്കുന്നു. ഈ അടയാളങ്ങൾക്ക് ശേഷമാണ് യേശു തമ്പുരാൻ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് ജൈത്രയാത്ര നടത്തുന്നത്. ഈ 3 കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ട് അവിടുന്ന് ജൈത്രയാത്ര നടത്തുകയാണ്. 2 ഹീബ്രു വാക്കുകൾ കൂട്ടിച്ചേർത്തതാണ് ഹോസാന, ഹോസിയന. രക്ഷിക്കൂ, ഞങ്ങൾ യാചിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ കുറേ ഭാഗം അങ്ങനെ എടുത്തു പറയുന്നുണ്ട്. അതിൽ 118-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 25-ാം വാക്യമാണ് അതിൻ്റെ ആരംഭത്തിൽ ഹോസിയാന, രക്ഷിക്കൂ, ഞങ്ങൾ യാചിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നത്. റോമക്കാരുടെ അധീനതയിലായിരുന്ന ജെറുസലേമിനെ മോചിപ്പിച്ച് തങ്ങളെ വീണ്ടും രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു മിശിഹായെ ജനം പ്രതീക്ഷിച്ചിരുന്ന കാലമാണ്. രക്ഷകൻ്റെ വരവ് സമാഗതമാകുന്നു എന്നുള്ള പ്രവാചക ശബ്ദം അവരുടെ മനസ്സിലും മാറ്റൊലി മുഴക്കിയിരുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി നസറത്തിൽ നിന്നുള്ള പ്രവാചകൻ മറ്റ് യഹൂദ റബികളിൽ നിന്ന് വിഭിന്നനാണ് എന്ന് പൊതുജനം മനസ്സിലാക്കി. യേശുവിൻ്റെ അമാനുഷികത കണ്ട സാധാരണക്കാർ ക്രമേണ അവൻ്റെ ആരാധകരായി മാറുന്നു. അധികാരവർഗത്തിൻ്റെ വിലക്കുകൾ ചെറുത്ത് അവനെ തങ്ങളുടെ രക്ഷകനായി പരസ്യമായി ഏറ്റുപറയുവാൻ അവർ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. ജെറുസലേമിലേക്ക് പോകുവാൻ യേശു തിരഞ്ഞെടുത്ത സമയം പെസഹ കാലമായിരുന്നു. ജെറുസലേമിലേക്ക് കടന്നു വന്ന് യേശുവിനെ യഹൂദജനം ആദരവോടെ എതിരേൽക്കുകയാണ്. വഴിനീള മേൽവസ്ത്രങ്ങൾ വിരിച്ചു, കൈകളിൽ പച്ചക്കൊമ്പുകൾ ഉയർത്തിപ്പിടിച്ച് കൈവീശി അവിടുത്തെ അവർ വരവേറ്റു. ഓശാന പാടി കർത്താവിനെ അവർ സ്വാഗതം ചെയ്തു. വരാനിരിക്കുന്ന മിശിഹ താൻ തന്നെ ആണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുവാൻ മിശിഹായുടെ പട്ടണപ്രവേശനത്തെ കുറിച്ച് സക്കറിയ പ്രവാചകൻ്റെ പ്രവചനം ഈശോ സ്വജീവിതത്തിൽ പൂർത്തിയാക്കി. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, സിയോൻ പുത്രി നീ അതിയായി ആഹ്ലാദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവനും ജയശാലിയുമാണ്, അവൻ വിനയാന്യതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന് സക്കറിയ പ്രവാചകൻ പറഞ്ഞ ആ വചനം ഇവിടെ
പൂർത്തീകരിക്കുകയാണ് യേശുക്രിസ്തുവിൽ. സാധാരണയായി വിജയശ്രീലാളിതനായി പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് കുതിരപ്പുറത്ത് കയറി പ്രധാന വാതിലിലൂടെ പട്ടണ പ്രവേശനം നടത്തുമ്പോൾ വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി കർത്താവ് വരുന്നു. ഇതിനു മുമ്പ് ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്നു കൊണ്ട് കർത്താവ് തൻ്റെ ജൈത്രയാത്ര തിരിച്ചുവിടുകയാണ്. വിനീതനായവനിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനെ കാണാൻ കഴിഞ്ഞ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും നിർമ്മലരായ സാധാരണ സ്ത്രീകളും വഴിനീളെ വിരിപ്പുകൾ വിരിച്ച് മരച്ചില്ലകൾ ഉയർത്തി വീശി ദൈവപുത്രനെ വരവേറ്റു. കഴുതക്കുട്ടിയുടെ മുകളിലിരുന്നു കൊണ്ടുള്ള പട്ടണപ്രവേശനം അസാധാരണം ശക്തമായ ഒരു പ്രവാചക പ്രവർത്തനം. പഴയ നിയമ പ്രവാചകന്മാരുടെ ഇടയിൽ പതിവായിരുന്ന പ്രവൃത്തിയിലൂടെയുള്ള ഒരു പ്രവചനമാണിത്. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യത്തിലും ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും ഇത് നമുക്ക് കാണാൻ കഴിയും. പ്രവൃത്തിയുടെ അർത്ഥവും വ്യാപ്തിയും എല്ലാവർക്കും ഒരുപോലെ വ്യക്തമല്ല. എങ്കിലും നിർമ്മല ഹൃദയർക്കും നിർമ്മല മാനസർക്കും ദൈവം തന്നെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദാവീദിൻ്റെ പുത്രന് ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന എന്ന് അവർ ആർത്തു പറഞ്ഞു. നീരസം തോന്നിയ ഫരിസേയർ ഓശാന വിളി നിർത്താൻ ആവശ്യപ്പെടുകയാണ്. യേശു തമ്പുരാൻ പറയുകയാണ്, ഈ കുഞ്ഞുങ്ങൾ ഓശാന പാടിയില്ല എങ്കിൽ ഇവിടെ കിടക്കുന്ന കല്ലുകൾ ആർത്തട്ടഹസിക്കും ദാവീദിൻ്റെ പുത്രന് ഓശാന എന്ന്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി കൊടുക്കുക. ഈ പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടവസ്തുക്കളും സൃഷ്ടാവിനെ പ്രഘോഷിക്കുമ്പോൾ സൃഷ്ടിയുടെ കിരീടമായ മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുവാൻ ബാധ്യസ്ഥനാണ്. അതിന് ഈ കുഞ്ഞുങ്ങളെ വിലക്കുന്നു എങ്കിൽ ഇവിടെ കിടക്കുന്ന മറ്റ് സൃഷ്ടവസ്തുക്കൾ കല്ലുകൾ ആർത്തട്ടഹസിക്കും ദാവീദിൻ്റെ പുത്രന് ഓശാന എന്ന്. പരിശുദ്ധനായ ദൈവത്തെ നാം സ്വീകരിക്കുവാനായി ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ള ആളുകൾ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, നിർമ്മലരായ സ്ത്രീകൾ അവിടുത്തെ വരവേൽക്കുകയാണ്. അടുത്തതായി നാം കാണുന്നത് പരിശുദ്ധമായിരിക്കേണ്ട ദൈവഭവനത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് അവിടുന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കാണുകയാണ്. ദൈവത്തിന് നിരക്കാത്ത, മനുഷ്യർക്ക് നിരക്കാത്ത, മനസാക്ഷിക്ക് നിരക്കാത്ത, ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ക്രയവിക്രയങ്ങൾ അവിടെ അരങ്ങേറുകയാണ്. ദേവാലയത്തിൽ നിന്ന് അങ്ങനെയുള്ളവരെ നിർഭയം അവിടുന്ന് പുറത്താക്കുകയാണ്. നസറത്തിൽ നിന്നുള്ള യേശു തനിക്ക് ദൈവികമായ അധികാരമുണ്ടെന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നിറവേറ്റിയത്. തൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ വരുത്തിയ അശുദ്ധി കണ്ണടച്ചു കണ്ട് നിൽക്കുവാൻ ദൈവോത്തരന് കഴിഞ്ഞില്ല. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും ഈശോ തട്ടിമറിച്ചിട്ടു. എന്ത് അധികാരത്താലാണ് താങ്കൾ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ ചെയ്യുന്നതിന് ആരാണ് താങ്കൾക്ക് അധികാരം തന്നത് എന്ന് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ അവർ ആക്രോശിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അധികാരികളുടെ എതിർപ്പുകൾക്ക് ഇടയിലും ജനക്കൂട്ടം ഈശോയ്ക്ക് ഓശാന പാടി. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നിന്ന് നീ എനിക്ക് സ്തുതി ഒരുക്കി എന്നുള്ള പ്രവചനം ഇവിടെ അന്വർത്ഥമാവുകയാണ്. ജെറുസലേമിലെ തൻ്റെ ദൗത്യത്തിന് ശേഷം ശാന്തമായി ഈശോ ബഥാനിയയിലേക്ക് പോവുകയാണ്. യഥാർത്ഥ വിമോചനത്തിൻ്റെ മാർഗം കുരിശിലെ മരണത്തിൻ്റെ മാർഗമാണെന്ന് ഈശോ പഠിപ്പിച്ചു. സാക്ഷാൽ ദേവാലയമായ മനുഷ്യഹൃദയത്തിൽ നിന്ന് കച്ചവട മനോഭാവങ്ങൾ മാറ്റി ശുദ്ധീകരണം നടന്നാലേ ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പണം സാധ്യമാവുകയുള്ളൂ. ജനത്തിൻ്റെ ഓശാന വിളിക്ക് എന്ത് വില നൽകണമെന്ന് ഈശോ അറിഞ്ഞിരുന്നു. ഓശാന വിളിച്ചവർ തന്നെ അവനെ കുരിശിക്കുക എന്ന് ആക്രോശിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം. മനുഷ്യ പ്രശംസയേക്കാൾ
പിതാവിൻ്റെ ഹിതം തേടുന്നതിലായിരുന്നു ഈശോയ്ക്ക് താൽപ്പര്യം. കഴുതപ്പുറത്ത് സവാരി ചെയ്യുവാൻ മനസ്സായവൻ കുരിശ് വഹിച്ച് കാൽവരി കയറുവാൻ സന്നദ്ധനായി മാറുകയാണ്. പ്രത്യാശയോടെ കർത്താവ് കാൽവരി കണ്ടു. കാരണം കാൽവരിക്കപ്പുറത്ത് അവിടുന്ന് കണ്ടത് ശൂന്യമായ കല്ലറയായിരുന്നു. ഓശാന യേശു രക്ഷകനാണെന്നുള്ള തിരിച്ചറിവായിരുന്നു. കഴുതപ്പുറത്ത് കയറി വിനയാന്വിതനായി വരുന്ന രക്ഷകൻ ദൈവരാജ്യത്തെ അത് പ്രദാനം ചെയ്യുന്ന രക്ഷയുടെയും യഥാർത്ഥ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ഓശാന യേശുവാകുന്ന രക്ഷകനിലേക്കും അവൻ നൽകുന്ന ജീവിത മാതൃകയിലേക്കും നമ്മെ ക്ഷണിക്കുകയാണ്. രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് 118-ാം സങ്കീർത്തനത്തിൽ വളരെ പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ തുടങ്ങിയ വാക്കുകൾ രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നൽകുകയാണ്. പരസ്യജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ അനേക പ്രാവശ്യം കർത്താവ് ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ചു. അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ പ്രവേശനം. കുരിശ് മരണത്തിൻ്റെ രക്ഷാകരമായ സമയം അടുത്തെത്തിയിരിക്കുന്നു. ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ രക്ഷകൻ യേശു തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് യേശുവിൻ്റെ മഹത്വകരമായ ജെറുസലേം പ്രവേശനത്തിലേക്ക് നയിച്ചത്. തങ്ങൾക്ക് ലഭിച്ച രോഗശാന്തിയുടെയും അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയുമാണ് ജനങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞത്. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുണ്ട്. അതിനെ തിരിച്ചറിയുവാനും അവൻ്റെ തിരുവചനങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അവന് ഓശാന പാടുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ്. ലൗകികമായ ആർഭാടങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന ആധുനിക മനുഷ്യ സമൂഹത്തിന് വിനയത്തിൻ്റെ മാതൃക വഴി യേശു മാതൃകയിലേക്ക്, രക്ഷയിലേക്ക് നടന്നു വരുവാൻ ഓശാന തിരുനാൾ നമ്മെ ക്ഷണിക്കുകയാണ്. യേശു രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി നാം മാറണം. യേശു മാത്രമാണ് രക്ഷകൻ എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, ഭൗതികരുടെ ആർത്തി ആത്മീയതയുടെ മേഖലകളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശാന്തമായി വന്നവൻ പോലും കൈകളിൽ ചാട്ടവാറെടുക്കുന്നതായി നാം കാണുന്നു. കാരണം ആരാധനാലയം പിതാവിൻ്റെ ഭവനമാണ്. ചന്തസ്ഥലത്ത് നിന്നത് വ്യത്യാസമാണ്. ചന്തയിൽ ലാഭം മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നു. പരമാവധി ലാഭം, അതാണ് അവരുടെ ലക്ഷ്യം. അവിടെ കാലുവാരുക, കത്തി കാട്ടുക ചന്തയുടെ പ്രവർത്തികളാണ്. അവർക്ക് മൈറ്റ് ഈസ് റൈറ്റ്, കരുത്തുള്ളവൻ, കാര്യക്കാരൻ, അവനാണ് കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത്. അത് ചന്തയുടെ സംസ്കാരമാണ്. എന്നാൽ ഭവനം എന്ന് പറയുന്നത് ദുർബലരുടെ പ്രത്യേക പരിഗണന ലഭിക്കുന്ന സ്ഥലമാണ്. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് അംഗവൈകല്യമുള്ള കുഞ്ഞാണെങ്കിൽ, അതിനെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ എല്ലാവരും ആ കുഞ്ഞിനെയാണ് പ്രത്യേകമായി പരിഗണിക്കുന്നത്. അവരുടെ നന്മ. ഭവനങ്ങൾ ചന്തകളാകാൻ പാടില്ല. ജാഗ്രത പുലർത്തണം. നമ്മുടെ ഓരോ ഭവനവും, ഭവനങ്ങളിലുള്ള എല്ലാവരും പരിഗണിക്കപ്പെടേണ്ടവരാണ്, അവഗണിക്കപ്പെടുവാൻ പാടില്ല. ഭവനങ്ങളെയെല്ലാം ചന്തസ്ഥലമായി രൂപപ്പെടുത്തുമ്പോൾ ചന്തകളെ ഭവനമായി പുനർനിർണയിക്കുവാൻ നമുക്ക് കഴിയണം. പിതാവിൻ്റെ ഭവനമല്ല. അതാണ് കള്ളന്മാരുടെ ഗുഹയായി മാറിയത്. അവിടെ അതിന് പകരം യേശുക്രിസ്തു സ്ഥാപിച്ചത് തൻ്റെ സഭയെയാണ്. വേലി വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെ സഭയുടെ പ്രവർത്തനങ്ങളിൽ അത് നിയന്ത്രിക്കുവാൻ ചുമതലപ്പെട്ടവർ വളരെ വ്യക്തിപരമായ താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുവാനുള്ളവരല്ല. അത് പ്രാർത്ഥനാലയത്തിന് ചേരുന്ന രീതിയിൽ നിർവഹിക്കുവാൻ ഉള്ളവരാണ്. അതുകൊണ്ട് യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ കൂടാരത്തിരുന്നാളും
ദേവാലയ സമർപ്പണ തിരുനാളുമൊക്കെ ആഘോഷിച്ച പശ്ചാത്തലത്തിൽ ദേവാലയം ശുദ്ധീകരണം നടത്തി എങ്കിൽ യേശു പരിശുദ്ധ അവസാനത്തിൽ ജെറുസലേമിലേക്ക് നടത്തിയ രാജകീയ പ്രവേശനം നമ്മെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുന്നത് നാം വളരെ വിനീതരായി സ്വർഗീയ ജെറുസലേമിലേക്ക് യാത്ര നടത്തുവാനുള്ളവരും കാൽവരിയുടെ അപ്പുറത്തെ രക്ഷകൻ്റെ ശൂന്യമായ കല്ലറ കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ചൈത്രയാത്ര നടത്തിയ യേശുക്രിസ്തുവിനെ പോലെ പാടുപീഡകൾക്കപ്പുറമുള്ള മരണവും അതിനപ്പുറമുള്ള പുനരുത്ഥാനവും ഒക്കെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ ഈ ഓശാന പെരുന്നാൾ ദിവസം നാഥ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് അവിടുത്തെ സന്നിധിയിൽ നമുക്ക് തുറന്ന് പ്രസ്താവിക്കാം. അനുഗ്രഹത്തിൻ്റെ ഒരു പെരുന്നാളാക്കി ഇതിനെ നമുക്ക് മാറ്റാം. വളരെ വിനയത്തോടു കൂടി നമ്മുടെ കടമകൾ നിറവേറ്റി ദൈവസാന്നിധ്യമായി പ്രവർത്തിക്കുവാൻ നമ്മെ ഏവരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം.